നമഃശിവായ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഭാരതീയ പുരാണങ്ങൾ അതീവ പ്രാധാന്യമുള്ളതും ഭക്തർക്ക് മോക്ഷദായകവുമായ ഒന്നാണ് ശിവപുരാണം. കൈലാസനാഥനായ പരമശിവന്റെ മഹിമകളും അത്ഭുത പ്രവൃത്തികളും വർണ്ണിക്കുന്ന ഈ പുരാണം കേവലം കഥകളല്ല, മറിച്ച് പ്രപഞ്ചസത്യത്തിലേക്കുള്ള വഴികാട്ടിയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ശിവപുരാണത്തിന്റെ ആഴക്കടലിലെ ചില മുത്തുകൾ നമുക്ക് പരിചയപ്പെടാം. 18 പുരാണങ്ങളിൽ പ്രധാനമായ ശിവപുരാണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പവിത്രമായ ഒന്നാണ്. ഇത് വായിക്കുന്നതും കേൾക്കുന്നതും അതീവ പുണ്യമായ ഭക്തർ കരുതുന്നു. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, അതിന്റെ സംരക്ഷണം, വിനാശം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ജ്ഞാനമാണ് ശിവപുരാണം നമുക്ക് പകർന്നു നൽകുന്നത്. ശിവപുരാണം പ്രധാനമായും 4 കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സൃഷ്ടിതത്വം, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്നും ആദിശക്തിയായ ശിവൻ എങ്ങനെ പ്രപഞ്ചത്തെ നയിക്കുന്നുവെന്നും ഇതിൽ വിശദീകരിക്കുന്നു. ശിവപാർവതി പരിണയം, സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം പാർവതിയായി പുനർജനിക്കുന്നതും കഠിന തപസ്സിലൂടെ ശിവനെ ഭർത്താവായി ഭഗവതി നേടിയെടുക്കുന്നതുമായ കാര്യങ്ങൾ ഇതിൽ ഹൃദയസ്പർശിയായി പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തിലെ 12 പുണ്യ ജ്യോതിർലിംഗങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശിവപുരാണം വ്യക്തമാക്കുന്നു. ഭസ്മധാരണം, രുദ്രാക്ഷധാരണം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവയുടെ ഗുണങ്ങളെക്കുറിച്ചും ശിവനെ ആരാധിക്കേണ്ട ശരിയായ രീതികളെക്കുറിച്ചും ശിവപുരാണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ശിവപുരാണത്തിലെ ഏറ്റവും മനോഹരവും അർത്ഥവത്തുമായ ഒരു കഥയാണ് ഭഗവാൻ ഗംഗാധരനായത്. ഭഗീരഥൻ എന്ന രാജാവ് തന്റെ പൂർവികർക്ക് മോക്ഷം ലഭിക്കുന്നതിനായി സ്വർഗ്ഗഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ കഠിന തപസ് ചെയ്തു. ഭഗീരഥന്റെ പ്രാർത്ഥനയിൽ പ്രീതനായ ബ്രഹ്മാവ് ഗംഗയെ ഭൂമിയിലേക്ക് അയക്കാൻ സമ്മതിച്ചു. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. സ്വർഗത്തിൽ നിന്ന് അതിശക്തമായി പതിക്കുന്ന ഗംഗയുടെ വേഗത താങ്ങാൻ ഭൂമിക്ക് കഴിയില്ല. ഭൂമി പിളർന്നു പോകാൻ അത് കാരണമാകും. ഈ അപകടം ഒഴിവാക്കാൻ ഗംഗയുടെ പതനം ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഏക വ്യക്തി പരമശിവൻ മാത്രമായിരുന്നു. ഭഗീരഥൻ ശിവനെ പ്രാർത്ഥിക്കുകയും ശിവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. തന്റെ വേഗതയിൽ ശിവനെ പോലെ ഒഴുകിക്കൊണ്ടുപോകാമെന്ന് നേരിയ അഹങ്കാരം ഗംഗയ്ക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ശിവൻ ഗംഗ ഭൂമിയിൽ പതിക്കുന്ന നിമിഷം തന്റെ ജട അഴിച്ചു വിരിച്ചു. ആകാശത്ത് നിന്ന് ആർത്തുലച്ചു വന്ന ഗംഗാപ്രവാഹം ശിവന്റെ ജടയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയി. പുറത്തേക്ക് വരാൻ വഴിയില്ലാതെ ഗംഗ ശിവന്റെ തലയിൽ തടവിലായി. ഭഗീരഥൻ വീണ്ടും അപേക്ഷിച്ചപ്പോൾ ശിവൻ തന്റെ ജടയിൽ നിന്ന് ഒരു ചെറിയ ധാരയെ ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കിവിട്ടു. ഗംഗയുടെ അഹങ്കാരം ശമിക്കുകയും ലോകത്തിന് ഗുണകരമായ രീതിയിൽ നദി ഒഴുകുകയും ചെയ്തു. തലയിൽ ഗംഗയെ ധരിച്ചുകൊണ്ട് ശിവൻ ഗംഗാധരൻ എന്നറിയപ്പെട്ടു. ഗംഗാധരനായ ഭഗവാൻ ശിവന്റെ ഈ പുണ്യകഥകൾ കേൾക്കുന്നത് പോലും നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ ശമിപ്പിക്കുവാനും മനസ്സിൽ ശാന്തി നിറയ്ക്കുവാനും സഹായിക്കും എന്നാണ് ശിവപുരാണം പറയുന്നത്. ഗംഗയെ ശിരസിലേറ്റിയ ഭഗവാൻ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. ഈ ശിവരാത്രി നാളിൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഭക്തി നിർഭരമായ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.